അസ്സലാമലൈക്കും. ഞാൻ ഈ കാണുന്ന ഈ കൈ ചെയിൻ ഉണ്ടല്ലോ, ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്കെങ്ങനെ ഇതിന് മാച്ചായ ഒരു മാല ഉണ്ടാക്കാൻ തോന്നിയത്. ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന രൂപങ്ങൾ ഏകദേശം കണ്ടല്ലോ, ചെറിയ ഷുഗർ ബീഡ് ഇട്ട് കഴിഞ്ഞിട്ട് വലുതിടുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റോറെടുത്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കറക്കിയെടുത്ത് കഴിഞ്ഞാൽ ബാക്കിൽ രണ്ടും എടുത്തു കൂടെ എടുത്ത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൈ ചെയിൻ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കാം. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കൈ ചെയിൻ്റെ ഏകദേശ രൂപത്തേക്ക് ഇതെത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ തലപ്പെടുത്തിട്ട് നമ്മൾ ഉരുക്കിയിട്ട് പിന്നെ നമ്മളതിന് കൊളുത്തതും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കൈ ചെയിനായി. പിന്നെ ഈ ഒരു ഇതിമെന്ന് ഇൻസ്പയർ ചെയ്തതാണ് ഈ മാല. ഈ രണ്ട് കളറും നല്ല മാച്ചിങ് ഉണ്ടായിരുന്നു. ഇത് ഈ ഗോൾഡൻ കളറും ഈ ലൈറ്റ് ബ്ലൂ മുത്തുകളും തമ്മിൽ. അപ്പോൾ അതിൻ്റെ മേച്ചായ ഷുഗർ ബീഡും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എങ്ങനെ അടുത്ത മോഡൽ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചപ്പോൾ ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മാലയുടെ നമ്മൾ അടക്കുന്ന അടപ്പുണ്ടല്ലോ, അതൊന്ന് എടുത്തതിന് ശേഷം ഇതങ്ങനെ ഇട്ട് രണ്ട് ഇറമ്പ ഒരുപോലെ നീളത്തിലെടുത്ത് കഴിഞ്ഞിട്ട് ഇത് അങ്ങനെ അടപ്പിട്ട് നമ്മളത് കെട്ടി അടച്ച് ആ ഭാഗം നമ്മൾ അടപ്പ് ഒരടപ്പ് നമ്മളങ്ങനെ ഇട്ടിട്ട് വലിച്ചു നീട്ടി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വലിയ മുത്തെടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു ഇറമ്പയിൽ രണ്ട് ഇറമ്പേടും കൂട്ടിയിട്ട് വലിയ മുത്തിൽ നമ്മൾ ഇറക്കി വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ചെറിയ ഷുഗർ ബീഡ് രണ്ട് അറ്റങ്ങളിലായിട്ട് ഓരോ ഇറമ്പയിലും ഓരോ അറ്റങ്ങളായിട്ട് അങ്ങനെ കൊടുത്തു. അങ്ങനെ കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഈ ഷുഗർ ബീഡ് രണ്ടും ഇട്ട് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ വലിയ മുത്തിട്ട്, പിന്നെ ഈ മുത്തിൻ്റെ അളവൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതായത് ഈ മുത്തിട്ട് കഴിഞ്ഞാൽ അത് അതുപോലെ ഉണ്ടാവും. അങ്ങനെ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിലൊന്നും കൂടി ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അത് രണ്ട് കളറായിട്ട് അത് നമ്മൾ കഴുത്തിലിടുമ്പോഴും കൈമ കിട്ടുമ്പോഴൊക്കെ കുറച്ചും കൂടി ഭംഗി നേരിട്ട് കാണാനാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ വീഡിയോ എൻ്റെ ഫോണിൻ്റെ പ്രശ്നമായിരിക്കാം, എൻ്റെ വീഡിയോയുടെ പ്രശ്നമായിരിക്കാം. എന്തായാലും ഇങ്ങനെ ഭംഗി അങ്ങനെയാണ് കാണുക. അപ്പോൾ ഇതുപോലെ മുത്ത് കോർത്തെടുത്തപ്പോൾ ഇതുപോലെ ഉണ്ട്. ഇതിങ്ങനെ കോർത്തെടുത്തതിന് ശേഷം നമ്മൾ അടക്കാനുള്ള ഒരു അടപ്പല്ലേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റേ അടപ്പും കൂടി നമ്മൾ ഇട്ടതിന് ശേഷം അങ്ങനെ മാലയുടെ അടപ്പ് നമ്മൾ ഇട്ടതിന് ശേഷം അതിങ്ങനെ കെട്ടിക്കൊടുത്ത് പിന്നെ നമ്മൾ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുത്ത് കഴിഞ്ഞാൽ ആ പണി കഴിയും. അതങ്ങനെ കിട്ടും. അപ്പോൾ ആ നേരം കൊണ്ട് എനിക്ക് ചെറുതായിട്ട് ഇതിനൊന്നും കൂടി മേച്ചുമ്മ ഇതുപോലെ തന്നെ കൈ ചെയിൻ ഉണ്ടാക്കിയാലായിരിക്കും എന്നെൻ്റെ മോള് പറഞ്ഞപ്പോൾ മോളും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അതിന് മേച്ചായൊരു കൈ ചെയിനും കൂടെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ ചെറിയിരിക്കുന്ന കൈ ചെയിൻ. ഇത് ഞാൻ പറഞ്ഞ അതേ രൂപത്തിൽ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇങ്ങനെ രണ്ടും ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് തോന്നിയ ഒരു ചെറിയ കമ്മലും കൂടി ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ കമ്മലിൻ്റെ കുളത്തൊന്നും എൻ്റെ കയ്യിലില്ല, ഉള്ള സാധനം വെച്ച് കമ്മലിൻ്റെ ഏകദേശ രൂപം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുളത്ത് നമുക്ക് വാങ്ങിയിട്ട് പിന്നെ ഇടാം. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ മാലയുടെയും ഈ കൈ ചെയിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.